സോ ഗൈസ്, ഇന്ന് സർവീസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 14 Pro ആണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഡെഡ് കണ്ടീഷനിൽ വന്നാണ് കസ്റ്റമർ പറഞ്ഞ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓഫായി പോയെന്നാണ്. ചാർജിങ്ങിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ 0.7 mAh വരെ എടുത്തിട്ട് ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഡിവൈസ് നമുക്ക് ഓപ്പൺ ചെയ്ത് DC കണക്ട് ചെയ്ത് നോക്കാം. DC കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിലും 150 mAh വരെ ജസ്റ്റ് എടുത്തതിന് ശേഷം അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതായത് CPU പവർ എടുക്കുന്നില്ല, അതാണ് ഇതിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കിപ്പം ചെയ്യാനുള്ളത് പവർ IC കൊണ്ട് വരാം, CPU കൊണ്ട് വരാം. നമ്മളിപ്പോൾ പവർ IC ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഡിവൈസ് അപ്പം റിമൂവ് ചെയ്ത് ബോർഡ് റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പവർ IC ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പവർ IC ചെയ്തതിന് ശേഷം എന്താണ് കണ്ടീഷൻ എന്ന് ചെയ്ത് നോക്കാം. അപ്പം പവർ IC നമ്മൾ റീബോൾ ചെയ്തിട്ടിട്ടുണ്ട്. റീബോൾ ചെയ്തിട്ടിട്ട് DC കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ സെയിം ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്കിനി ഇപ്പോൾ CPU ഒന്ന് റീബോൾ ചെയ്തിട്ട് നോക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ CPU റിമൂവ് ചെയ്ത് നേരെ റീബോൾ ചെയ്ത് ബോർഡിലേക്ക് ഫിക്സ് ചെയ്ത് DC കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പം ആംബിയർ എടുക്കുന്നുണ്ട്. ബോർഡ് ആംബിയർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതായത് ബോർഡ് ഓൺ ആകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആംബിയർ കംപ്ലീറ്റ് എടുത്ത് ഡിവൈസ് ഓണായി സ്റ്റാൻഡ് ബൈ മോഡിൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ ഡിവൈസ് ഇപ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ഇപ്പോൾ ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് CPUൻ്റെ തന്നെ ആയിരുന്നു. നമുക്കിനി ഡിവൈസ് റീകോമ്പിനേഷൻ ചെയ്തതിന് ശേഷം നേരെ ഫോണിലേക്കിട്ട് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. റീകോമ്പിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡിവൈസ് ഇപ്പം ചാർജിങ്ങിൽ കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിവൈസ് ഓണായി വന്നിട്ടുണ്ട്. നമുക്കിനി പ്രോപ്പറായിട്ട് എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഡിവൈസ് പ്രോപ്പറായിട്ട് എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ CPUൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു നമുക്കിപ്പോൾ കിട്ടിയത്. നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.